പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. ഹലോ, നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ സൺഡേ ആണ്. എന്താണ് പരിപാടി? എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു സ്വർണ്ണ സമ്മാനം കൂടെ നേടിയാലോ? യെസ്, അതാണ് നമ്മുടെ സ്വർണ്ണവർഷം എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോക്സ് ഞാൻ ചെന്ന് തുറക്കുമ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. എത്ര ഈസിയാണല്ലേ നമ്മുടെ സ്വർണ്ണവർഷം. അപ്പോൾ സ്വർണ്ണ സമ്മാനം നേടാൻ വേണ്ടി ഒരു കോൾ അകലെ മാത്രമേ നിങ്ങളുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. അതിനോടൊപ്പം തന്നെ വിളിക്കുക മാത്രമല്ല കേട്ടോ, വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് പങ്കെടുക്കാം. വാട്സപ്പിൽ നിങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ബോക്സിൻ്റെ നമ്പറും നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും അയച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിരിക്കും നമ്മുടെ വാട്സപ്പ് വഴിയുള്ള വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയും സ്വർണം നേടാനുള്ള അവസരമുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 8086011443 എന്ന നമ്പറാണ്. 8086011443. ഈ നമ്പറിലോട്ട് വാട്സപ്പ് മെസ്സേജ് അയക്കാം. പക്ഷെ കോൾ ചെയ്യാൻ പറ്റില്ല. കോൾ ചെയ്യേണ്ട നമ്പർ അതല്ല, നിങ്ങൾക്ക് അറിയാലോ നമ്പർ. അതുപോലെ തന്നെ നിങ്ങൾ SMS അയക്കരുത്, വാട്സപ്പിൽ തന്നെ അയക്കണം. എന്നാൽ മാത്രമേ വാട്സപ്പ് മെസ്സേജ് വഴിയുള്ള വിന്നർ ആവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും പിന്നെ ഏത് ബോക്സ് ആണ് തുറക്കാൻ ആഗ്രഹിക്കുന്നത് ആ നമ്പറും കൂടെ അയക്കുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ വിളിക്കുക കേട്ടോ. എന്തായാലും നമുക്ക് ആദ്യത്തെ കോളറിലോട്ട് പോവാം. ഹലോ, വെൽക്കം ടു സ്വർണ്ണവർഷം. ഇതാരാണ്? ഇത് ആളൂരിന്ന് ഷീലയാണ്. ഷീല എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണോ? അതെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? വീട്ടില് ഭർത്താവുണ്ട്, മോനുണ്ട്, മോളുണ്ട്. എല്ലാരും ഇന്ന് സൺഡേ ആയിട്ടുണ്ടല്ലേ വീട്ടില്? അതെ. ഓക്കെ, മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? മോള് പഠിക്കാൻ പോണു, മോൻ വർഷത്തിൽ പോണു. മോളെന്താ പഠിക്കുന്നേ? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സേ ആയുള്ളൂ അല്ലേ? ഓക്കെ. എത്രയാണ് നമ്പർ ചേച്ചി? 45 അല്ലേ? 45. യെസ്, 45-ല് ഷീല ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ കോളറിന് തന്നെ ഗോൾഡ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. 45. അയ്യോ, 45 സ്വർണ്ണം ഇല്ല. അപ്പോൾ നമ്മുടെ ഷീല ചേച്ചിക്ക് ഗോൾഡ് അടിച്ചിട്ടില്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോയാലോ? ഹലോ. ഓക്കെ, നമുക്ക് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കോളിലൂടെ മാത്രമല്ല നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പങ്കെടുക്കാം എന്നുള്ള കാര്യമാണ്. സ്വർണ്ണവർഷത്തിലെ വിന്നറായി കഴിഞ്ഞാൽ സമ്മാനം സ്വർണ്ണമാണ് എന്നുള്ളത് മറക്കണ്ട. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? കോള് കണക്ട് ആയില്ലേ? ഹലോ. ഇതാരാണ്? എന്തോ? എന്താണ് പേര്? ഗിരിജ. ഓക്കെ, എവിടെയാ വിളിക്കുന്നേ? വർക്കല. അപ്പൊ TV ശ്രദ്ധിച്ച് സംസാരിക്കല്ലേ, ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണേ, ഇല്ലെങ്കിൽ ഒരു ഡിലേ വരും. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? 3 മക്കളും ഞാൻ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളെ 2 പേരെ കെട്ടിച്ചു വിട്ടു. ഒരു മോൻ ജോലിക്ക് പോയി, ഭർത്താവും ജോലിക്ക് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്. ഓക്കെ, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു? ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ ചേച്ചി? 15. ഓക്കെ, 15-ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ്, 15. അയ്യോ, ഇല്ലല്ലോ. സാരില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം ഗോൾഡ് കിട്ടട്ടെ. താങ്ക് യു, ബൈ.
ഓക്കെ, സാരമില്ല. നമുക്ക് ആദ്യമൊക്കെ ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക, ബോക്സുകൾ തുറന്നു കഴിയുമ്പോഴാണ് കൂടുതൽ ഉള്ളത് അറിയാനുള്ള ചാൻസ് അല്ലേ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? അനിൽകുമാർ. അനിൽകുമാർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? അതെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ ഹലോ അനിൽകുമാർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ എക്സ് സർവീസ് ആണ്. എക്സ് സർവീസ് ആണ്. ഓക്കെ, സ്ഥലം എവിടെയാണ് ചേട്ടാ? ഏ? സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രം പേര്. ഓക്കെ ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ വൈഫ് ഞാനും മാത്രമേ ഉള്ളൂ. മക്കൾ രണ്ടുപേരെ കല്യാണം കഴിച്ചു. കഴിച്ചിട്ട് അല്ലേ? അപ്പൊ ഇതിന് മുന്നേ ശരിക്കും വിളിച്ചിട്ടുണ്ടല്ലേ ചേട്ടാ? ഇതിന് മുന്നേ നേരത്തെ വിളിച്ചിട്ടുണ്ട്. ആ യെസ്, ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ ചേട്ടാ? നമ്പർ 21. 21 അല്ലേ? 21. ഓക്കെ, 21 അനിൽകുമാർ ചേട്ടന് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ വിന്നർ ചേട്ടനാണോ എന്ന് നോക്കാലോ. അയ്യോ ഇല്ല കേട്ടോ, സോറി. അപ്പൊ നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, ബൈ. സോ നമ്മുടെ അനിൽകുമാർ ചേട്ടനും കിട്ടിയിട്ടില്ല. സാരമില്ല, കാര്യം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആണ് ചാൻസ് കൂടുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഫസ്റ്റ് കോളിൽ തന്നെ സ്വർണം കിട്ടിയ സന്ദർഭം ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഒരു ലക്ക് ഇതിന് വലിയൊരു മാറ്ററാണ്. ഇന്നത്തെ ദിവസത്തെ ഈ ഒരു നിമിഷത്തെ ലക്ക് വലിയൊരു മാറ്ററാണ്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. താരാണ്? നിഷ എവിടെ നിന്ന് വിളിക്കുന്നു? കരമന. ഓക്കെ, കരമനയിൽ നിന്ന് തൊട്ട് മുന്നേ ഒരു കോൾ ഉണ്ടായിരുന്നു. ഓക്കെ, എന്താ ചെയ്യുന്ന ചേച്ചി? ഞാൻ അംഗനവാടിയിലെ വാക്കിയാ അല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ചേട്ടനും മോളും ഉണ്ട്. മോൾ എത്രാം ക്ലാസ്സിലാ? മോള് 7ാം ക്ലാസ് പഠിക്കുന്നു. 7ാം ക്ലാസ്സിലാണ്. എല്ലാരും വീട്ടിലുണ്ടോ ഇന്ന്? ഇന്ന് എല്ലാരും വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. ഞായറാഴ്ച ആയിട്ട് എന്താണ് പരിപാടി? എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടികളുണ്ടോ? പ്രത്യേകിച്ചൊന്നും ഇല്ല, പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ചേച്ചി ഏത് നമ്പറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? 14 അല്ലേ? ഓക്കെ, 14 യെല്ലോ കളർ ബോക്സിൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് ചേച്ചിക്ക് സ്വർണ്ണം ഉണ്ടോ? 14 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ ചേച്ചി ഗോൾഡ് അടിച്ചല്ലോ, ഹാപ്പി ആയോ? സന്തോഷമായി. ഒരിക്കൽ അടിച്ചു. ഇതിനു മുന്നേ അടിച്ചിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പൊ രണ്ടാമതാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ചേച്ചി ഈ നമ്പർ സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്താണ്? ചേച്ചി സ്വന്തമായിട്ട് വിചാരിച്ചാണോ, വീട്ടിൽ മോള് പറഞ്ഞാണോ? സ്വന്തമായിട്ട് വിചാരിച്ച നമ്പറാണ്. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ നമ്പറിന്? ഇല്ല. ഓക്കെ, എന്തായാലും ഇന്നത്തെ ദിവസത്തിൽ ചേച്ചിക്ക് ലക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ നമ്പറാണ്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി. ഇനിയും ട്രൈ ചെയ്യുക, ഇതുപോലെ സമ്മാനം നേടുക കേട്ടോ. താങ്ക് യു, ബൈ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ കിട്ടി. ഗിരിജ ചേച്ചിയാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ. ഇതുപോലെ ഇനിയും വിന്നേഴ്സ് വരാനുണ്ട്. സ്വർണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്ന് വിളിക്കാം. മേ ബി അടുത്ത വിന്നർ നിങ്ങളായിരിക്കും, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കും. സോ ഒട്ടും തന്നെ താമസിപ്പിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാം കേട്ടോ. വാട്സപ്പിൽ ഒറ്റ തവണ മാത്രമേ അയക്കാവുള്ളൂ. അതായത് 8086011443 എന്ന നമ്പറിലോട്ട് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ നമ്പറും പിന്നെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും അയക്കാം. ഓക്കെ, അപ്പോൾ ഈ ഏറ്റവും അവസാനം അതായത് 12:45 വരെയാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാനുള്ള ഒരു സമയം. 12:45 ശേഷമായിരിക്കും നമ്മൾ വാട്സപ്പിലെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഓൾറെഡി ഇപ്പം ഓപ്പൺ ആയ 14 സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ അയച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണം കിട്ടില്ല. കാര്യം ഓൾറെഡി കോളിലൂടെ നമ്മൾ ആ വിന്നറിനെ എടുത്തു കഴിഞ്ഞു. അല്ലാണ്ട് നിങ്ങൾ എന്താ പറയുക പറഞ്ഞിരിക്കുന്ന ആരും പറയാത്തതാണ് എന്നുണ്ടെങ്കിൽ ആ നമ്പർ അയച്ചവർക്ക് സ്വർണം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ആരാണിത്? അസ്മ. എവിടെന്നാ വിളിക്കുന്നത് അസ്മ? ആലുവ. വീട്ടിൽ ആരൊക്കെയുണ്ട് അസ്മ? ഉള്ളൂ. ഇനി മുന്നേ വിളിച്ചിട്ടുണ്ടല്ലേ? എനിക്ക് സംസാരിച്ച ഓർമ്മയുണ്ട്. അപ്പൊ ഇന്നെന്താണ് ഞായറാഴ്ച പരിപാടി? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ടി വി ഒക്കെ കണ്ടിങ്ങനെ ചില്ലായിട്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഏതാണ് നമ്പർ? എന്തോ? 47 അല്ലേ? 47ൽ ഗോൾഡ് ഉണ്ടോ അസ്മയ്ക്കെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 47 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം കേട്ടോ. അടുത്ത തവണ കിട്ടട്ടെ. താങ്ക് യു.
സോ യെസ്, ഇതുവരെ ഉള്ള കോളേഴ്സിൽ നമുക്ക് ഒരു വിന്നറിനെ കിട്ടി, അത് ഗിരിജ ചേച്ചിയാണ്. ഇനി അടുത്ത വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ. ഹലോ, ഇതാരാണ്? രഞ്ജിത. രഞ്ജിത, എവിടെന്നാ വിളിക്കുന്നത് രഞ്ജിത? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് എവിടെയാ? ആ. എന്തോ? ഹലോ ഹലോ, രഞ്ജിതം, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് എവിടെയാണെന്ന്? വഴിയില്ല. ഓക്കെ, വഴയില്ല. ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് രഞ്ജിതയുടെ? വീട്ടില് ഹസ്ബൻഡ്, ഒരു മോനും ഉണ്ട്. മോനും ഉണ്ട്. മോൻ എത്രയായി? മോന് 21 years ആയി. 21 years ആയി. ഓക്കെ 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 ഓക്കെ. അപ്പൊ മോനിപ്പോ വർക്കിംഗ് ആണോ? ഇല്ല, അവന് പഠിച്ചോണ്ടിരിക്കുക. ഫയർ സേഫ്റ്റി പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ യെസ്, ഇന്ന് ആരാണ് വിളിക്കാൻ പറഞ്ഞത്? സ്വന്തമായിട്ട് വിളിച്ചാണോ? സ്വന്തമായിട്ട് വിളിച്ചാണ്. നമ്പർ സെലക്ട് ചെയ്തത് സ്വന്തമായിട്ടാണോ? നമ്പറും സ്വന്തമായിട്ടാണോ സെലക്ട് ചെയ്തേ? സ്വന്തമായിട്ട്. ഏതാണ് നമ്പർ? 39. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ആ നമ്പറിന്? ഇല്ല, കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാനങ്ങ് എടുക്കുവാന്ന് പറഞ്ഞ് എടുത്തു അല്ലേ? ഓക്കെ, 39. യെസ്, 39ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം രഞ്ജിതയ്ക്ക്. ഓക്കെ, ഓപ്സ്, ഇല്ല കേട്ടോ. ഓ നോ, സാരമില്ല സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ ബൈ. രഞ്ജിതയ്ക്ക് കിട്ടിയില്ല, സാരമില്ല, നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. ഇന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം കിട്ടും. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നോക്കിക്കൊണ്ടിരിക്കാതെ മടിക്കാതെ നിങ്ങൾ വിളിക്കാം. മേ ബി നിങ്ങൾക്കായിരിക്കും അതിലൊക്കെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു വിന്നറിനെ കിട്ടി, ഗിരിജ അല്ലേ? ഇനിയും വിന്നേഴ്സ് വരണം. സോ നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ? ഹലോ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ. ഹലോ, ഇതാരാണ്? എന്റെ പേര് ജയകുമാർ. ജയകുമാർ, എവിടുന്നാ വിളിക്കുന്നേ? കോട്ടയം. കോട്ടയം. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? എന്തോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പോൾ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. മകൻ സർവീസിൽ ജോലി ചെയ്യാണ്. അപ്പൊ വീട്ടിലില്ല അല്ലേ? ഇല്ല. എവിടെയാണ്? എയർഫോഴ്സിലാണ് ജോലി. എയർഫോഴ്സിൽ. ഇപ്പൊ നമ്മുടെ ഏത് സ്റ്റേറ്റിലാണ്? ഇപ്പൊ ആസാമിലാണ്. ആസാമിലാണ്. ഓക്കെ, ഉടൻ ഓണത്തിനെങ്ങാനും വരുമോ? ലീവ് ഉണ്ടോ? ഇല്ല, ഇപ്പൊ പോയുള്ളൂ, ജസ്റ്റ് പോയുള്ളൂ. വർഷത്തിലൊരിക്കലേ വരും. 2 മക്കളുണ്ട്, അവർ പഠിച്ചോണ്ടിരിക്കുവോടെ. ഓ, ഓക്കെ 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 ഓക്കെ. അപ്പൊ യെസ്, ഏതാണ് നമ്പർ ചേട്ടാ? ഞാൻ പറയാം, ഇപ്പൊ പറയാം. ഓക്കെ, പെട്ടെന്ന്. 63 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 63ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 63 സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. 9 ഒരു നല്ല നമ്പറാണ്. ഓക്കെ ഓക്കെ, 6 + 3 9. ഓക്കെ, ലെറ്റ്സ് സീ. അയ്യോ, ഇല്ലല്ലോ. സാരമില്ല. അപ്പോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ബൈ ബൈ. അപ്പോൾ യെസ്, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലക്ക് ഏത് നമ്പറിലാണെന്ന് നോക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു സ്പെഷ്യൽ നമ്പർ നിങ്ങൾക്ക് സമ്മാനം തന്നിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലും അയക്കാം. വാട്സപ്പിൽ അയക്കേണ്ട അറിയാലോ അല്ലേ? 8086014443 എന്ന നമ്പറിലോട്ടാണ്. 12:45 വരെ മാത്രമേ വാട്സപ്പിൽ അയക്കാനുള്ള സമയമുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ? ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സലീന, തുറവൂരിന്ന് വിളിക്കാണ്. സലീന എന്നാണോ പേര്? അതെ, സലീന. ഓക്കെ, സലീന, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ്, മക്കൾ, 2 മക്കള്, പിന്നെ ഹസ്ബൻഡ്, അമ്മ. ഓക്കെ, മക്കളൊക്കെ എത്ര ക്ലാസ്സിലാ? ഒരാള് മൂത്തോൾ 6ലും, ഇളയവൻ 4ലും. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടുപേരും കൂടെ സൺഡേ ബഹളമാണോ? രണ്ടുപേരും ബഹളം ആവണോന്നോ? കൊള്ളാം. 2 ആൺമക്കളാ അല്ലേ? ഒരാണും ഒരു പെണ്ണും. ഓക്കെ, മൂത്ത ആളാണ് പെണ്ണല്ലേ? അതെ. ഓക്കെ ഓക്കെ. ആരാ ഏറ്റവും കൂടുതൽ വഴക്ക്? രണ്ടാമത്തെ ആളാണ്. ഓക്കെ, അപ്പൊ ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് പിന്നെ മേളമായിരിക്കും. ഫുഡൊക്കെ ആയോ? ഓ, പരീക്ഷ. ഓണപരീക്ഷയ്ക്ക് ഇരുത്തി പഠിപ്പിക്കോ? അമ്മ തന്നെയാണോ പഠിപ്പിക്കുന്നേ? അവർക്ക് പരീക്ഷ തുടങ്ങി. തുടങ്ങി. അപ്പൊ ആരാ പഠിപ്പിക്കുന്നേ? ചേച്ചി തന്നെയാണോ ഇരുത്തി പഠിപ്പിക്കുന്നത്? കേക്കോ? അല്ല, അനുസരിക്കോ? കേട്ട് പഠിക്കാൻ പറഞ്ഞ പഠിക്കുവോ? ആണല്ലേ? ഓ, എന്തായാലും ടഫ് ടൈംസ് ആണ്. എന്തായാലും പെട്ടെന്ന് പരീക്ഷ ചെയ്തിട്ടെ. ഓക്കെ, ഏതാണ് നമ്പർ? 19.
19 അല്ലേ? 19 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 19 തുറക്കുമ്പോൾ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, കിട്ടിയില്ല, സാരമില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം തന്നെ കിട്ടട്ടെ. താങ്ക് യു, ബൈ ബൈ. അപ്പോൾ നമ്മുടെ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിന്റെ ഇതുവരെയുള്ള കോളേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഒരു വിന്നർ ഉണ്ട്, ഗിരിജ. ഇതിൽ കൂടുതൽ ഇനിയും വിന്നേഴ്സ് വരണം. കാര്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്വർണ്ണമുണ്ട്. സോ നമ്മുടെ നേരത്തെ വിന്നറിന്റെ പേര് നിഷ എന്നാണല്ലേ? ഓക്കെ, നിഷ എന്നാണ് പേര്. സോ നിഷയാണ് നമ്മുടെ വിന്നർ. നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? ഗായത്രി. ഓക്കെ, ഗായത്രി എവിടുന്നാ വിളിക്കുന്നേ? കൊട്ടാരക്കര. വീട്ടിലാരൊക്കെയുണ്ട് ഗായത്രി? രണ്ട് മക്കളും ഉണ്ട്. എല്ലാരും ഉണ്ട് വീട്ടില്. സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? ഇല്ല, ഒന്നും പ്ലാൻ ചെയ്തില്ല. എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം കേട്ടോ. ഇന്ന് സ്വർണം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്ലാൻ ചെയ്യണം. ഓക്കെ, ഏതാണ് നമ്പർ? 48 അല്ലേ? ഓക്കെ, 48 ഗോൾഡ് ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യെസ്, 48 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ചേച്ചിയുടെ പേര് ഗായത്രി എന്നല്ലായിരുന്നോ? അടിപൊളി, സ്വർണം കിട്ടിയല്ലോ. അപ്പൊ ഇന്ന് എവിടെയെങ്കിലും പോവോ സന്തോഷത്തിൽ? മഴയുണ്ട്, എവിടെയും പോണില്ലല്ലേ? എന്തായാലും സാരമില്ല. എന്തായാലും സ്വർണം കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ ഇനിയും വിളിക്കുക, സ്വർണം നേടുക കേട്ടോ. ബൈ. ഓക്കെ, അടിപൊളി. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിനകം 2 വിന്നേഴ്സിനെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 2 വിന്നേഴ്സിനെ കിട്ടിക്കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ബ്രേക്കിലോട്ട് പോകാം അല്ലേ? ഒന്ന് ബ്രേക്കൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്ന് അടുത്ത വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. എന്തായാലും സ്വർണ്ണ വർഷത്തിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒന്നും കൂടെ സ്വാഗതം. നമ്മളൊരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് ഇനി വരാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ. എന്തായാലും ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് 2 വിന്നേഴ്സിനെ കിട്ടി. നിഷയും ഗായത്രിയുമാണ് ആ 2 വിന്നേഴ്സ്. ഇനിയും ഒരുപാട് വിന്നേഴ്സ് വരാനുണ്ട്. കാര്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്വർണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വിളിക്കുക. ഇതിലൊരു നമ്പർ എന്നോട് പറയുക. എത്ര സിമ്പിളായിട്ടുള്ള ഒരു ഗെയിമാണ്. ആ നമ്പർ ഞാൻ ചെന്ന് തുറക്കുന്നു, സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. പിന്നെ വേറൊരു വഴിയുണ്ട്, വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാം. വാട്സപ്പിൽ എങ്ങനെയാണ്? 8086011443 എന്ന നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. എന്ത് മെസ്സേജ്? ഇതിൽ ഏത് നമ്പറാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും അയക്കാം. ഓക്കെ, ഇത് 12:45 വരെ മാത്രമേ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള വഴിയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ നമ്പറിലോട്ട് വിളിക്കരുത്, വാട്സപ്പ് മെസ്സേജ് മാത്രമേ അയക്കാവുള്ളൂ കേട്ടോ. അതുപോലെ SMS അയച്ചിട്ടും കാര്യമില്ല, ഓൺലി വാട്സപ്പ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ തെറ്റിച്ച് അയക്കരുത്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, നമസ്കാരം. ഇതാരാണ്? എന്റെ പേര് രേവതി. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. സോ രേവതി, എന്താണ് സൺഡേ പരിപാടി? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഞായറാഴ്ച സ്വർണ്ണമൊക്കെ വാങ്ങിക്കാറുണ്ടോ? സ്വർണം വെഡിങ് ആനിവേഴ്സറി ഒരു ഗിഫ്റ്റ് കിട്ടി. എന്തായിരുന്നു വെഡിങ് ആനിവേഴ്സറി? 26-ാം തീയതി ആയിരുന്നു. എന്താ ഗിഫ്റ്റ് കിട്ടിയത്? ഒരു ലെയർ നെക്ലസ് കിട്ടി. അടിപൊളി, സന്തോഷായോ? സന്തോഷമായി. എന്നിട്ട് തിരിച്ചു ഹസ്ബൻഡിനും വല്ലതും വാങ്ങിക്കൊടുത്തോ?
ഞാനൊരു ടീഷർട്ട് വാങ്ങിച്ചു. ടീഷർട്ട് വാങ്ങിക്കൊടുത്തല്ലേ? ഓക്കെ, അടിപൊളി. എന്തായാലും നമുക്കാണ് കോൾ അടിച്ചിരിക്കുന്നത് അല്ലേ? ഒരു മാല കിട്ടിയില്ലേ, നെക്ലസ് കിട്ടിയില്ലേ? അടിപൊളി. ഓക്കെ, അപ്പൊ ഇന്നും കൂടെ സ്വർണം കിട്ടട്ടെ സമ്മാനമായിട്ട്. എന്തായാലും ഏതാണ് നമ്പർ? നമ്പർ 67. 67. ഓക്കെ, 67ൽ രേവതിക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 67 സ്വർണമുണ്ടോ? അയ്യോ ഇല്ലല്ലോ, സാരമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, അടിപൊളി. അപ്പോൾ സ്വർണ്ണമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് വിളിച്ചത്. അപ്പോൾ ഇത്തവണ കിട്ടിയില്ല, സാരമില്ല, നമുക്കിനി അടുത്ത ദിവസം ട്രൈ ചെയ്യാം. എന്തായാലും അടുത്ത കോളിലോട്ട് പോകാം നമുക്ക്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവിഷം. താരാണ്? പുഷ്പകുമാരി. പുഷ്പകുമാരി. എവിടെ നിന്നാണ് വിളിക്കുന്നേ? കണിയാപുരം. കണിയാപുരം. വീട്ടിൽ ആരൊക്കെയുണ്ട്? മകളും ഞാനും. മകളുടെ പേരെന്താ? പ്രതിഭ. പ്രതിഭ. പുഷ്പ പ്രതിഭ അല്ലേ? ഓക്കെ, ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പൂക്കളുടെ വല്ല പേരും ആയിരിക്കുമോ എന്ന്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? 11. ഓക്കെ, 11ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു ഇതിൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, 11ൽ പുഷ്പകുമാരിക്ക് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അതെ, സാരമില്ല. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ. അതാണ് നമ്മളിങ്ങനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞ് ഒരു ഗെയിമാണ് അല്ലേ? ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടില്ല. അത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. എന്തായാലും കുറേ സ്വർണ്ണം അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ വിളിക്കുക, മടിച്ചിരിക്കരുത്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ സ്വർണ്ണവർഷത്തിൽ അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ, ആരാണിത്? ഞാൻ തൃശ്ശൂരിലാണ്. തൃശ്ശൂരിന്നാണ്. പേരെന്താണ്? ബേബി. ഓക്കെ, ഫുൾ നെയിം എന്താണ്? ബേബി എന്ന് മാത്രമേ ഉള്ള പേര്? ബേബി അശോകൻ. ബേബി അശോകൻ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. പെൺകുട്ടികളെ 2 കല്യാണം കഴിഞ്ഞു. 2 കല്യാണം കഴിഞ്ഞു. മാത്രമേ. ഇപ്പൊ ഹസ്ബൻഡ് വൈഫും അല്ലേ? നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് സൺഡേ പരിപാടി? ഒന്നുമില്ല. ഓക്കെ. ഫുഡൊക്കെ ആയോ? റെഡി ആയോ? ഫുഡൊക്കെ ശരിയായി. ആണോ? എന്താണ് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? മീൻകറി ഉണ്ട്, പരിപ്പ് കറി ഉണ്ട്. ഓക്കെ, അവിടെ എങ്ങനെ മഴയുണ്ടോ? മഴ അങ്ങനെ ചാറി നിൽക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഏതാണ് നമ്പർ ചേച്ചി സെലക്ട് ചെയ്തിരിക്കുന്നേ? 35 അല്ലേ? 35ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കളയാം. ഓക്കെ, 35 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. ഇല്ല കേട്ടോ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, വിളിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുക, ടി വി ശ്രദ്ധിച്ച് സംസാരിക്കരുത്. ചെറിയ ഡിലേ വരും. എന്തിനാണ് അല്ലേ? നമുക്കൊരു ഫ്ലോയിൽ സംസാരിച്ച് പോകണം. അപ്പോൾ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. വിളിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വാട്സപ്പിലും അയക്കാനുള്ളൊരു അവസരമുണ്ട്. വാട്സപ്പിൽ അയക്കേണ്ടത് 8086011443 എന്ന നമ്പറിലോട്ടാണ്. 12:45 വരെ സമയമുള്ളൂ. ഓക്കെ, സോ യെസ്, നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. ഏത് നമ്പർ സെലക്ട് ചെയ്യണമെന്നുള്ള ഡിസ്കഷൻ അല്ലേ? ഓക്കെ, എന്താണ് പേരെന്താണ്? കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? കേക്കാമോ? ഹലോ, കേക്കുന്നുണ്ടോ? ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കോ? ഓക്കെ, എന്താണ് പേര്? എന്റെ പേര് ശാന്തകുമാരി. ശാന്തകുമാരി. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ മഞ്ചേരി. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? വീട്ടില് ഇപ്പൊ ഞാനും ഹസ്ബൻഡേ ഉള്ളൂ. 3 കല്യാണം കഴിച്ചു. ഓക്കെ ചേച്ചി, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? ഞാൻ നമ്പർ നോക്കട്ടെ. ഏത് നമ്പർ? 44 ആണല്ലേ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 44 സെലക്ട് ചെയ്ത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഒന്നുമില്ല, ഞാൻ 67 എന്ന് വിചാരിച്ചിരുന്നു, അതിപ്പോ വിളിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ 44 സെലക്ട് ചെയ്തല്ലേ? നമുക്ക് എന്തായാലും നോക്കാം 44ൽ ഗോൾഡ് ഉണ്ടോന്ന്. ഇല്ല കേട്ടോ, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. ബൈ. ഓക്കെ, അപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വിന്നേഴ്സിനെയാണ് കിട്ടിയത്. ബാക്കി വിന്നേഴ്സ് എവിടെ? കമോൺ, ആ ഒരു നിങ്ങളുടെ മനസ്സിലുള്ള നമ്പറൊക്കെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞേ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ.
പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്. താങ്ക് യു. ആലപ്പുഴന്ന് ശ്രീരഞ്ജിനി. ശ്രീരഞ്ജിനി, അടിപൊളി. ശ്രീരഞ്ജിനി നല്ല പേരാട്ടോ. ഞങ്ങളെല്ലാം ശ്രീയാ. ശ്രീയാണ്, ശ്രീ ചേർത്തിട്ടാണ് പേര്. 5 മക്കളാണ്, 5 മക്കൾക്ക് ശ്രീ. എന്തൊക്കെയാ പേരൊന്ന് കേട്ടോട്ടെ. ശ്രീദേവി, ശ്രീകുമാർ, ശ്രീവല്ലഭൻ, ശ്രീരഞ്ജിനി, ശ്രീകുമാരി. ശ്രീകുമാരി, അടിപൊളി. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ആരൊക്കെയാ ചേച്ചിയുടെ? ഇപ്പം ഞാന്, ഹസ്ബൻഡ്, 2 അമ്മയുണ്ട്. അമ്മയ്ക്ക് 96 വയസ്സായി, കിടപ്പാണ്. ഓക്കെ. അപ്പൊ ഹലോ, കേക്കുന്നുണ്ടോ? ഹലോ, കേക്കാവോ? ചേച്ചിക്ക് കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി ഏത് നമ്പറാ സെലക്ട് ചെയ്തേ? 29 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 29-ൽ ശ്രീരഞ്ജിനി ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ട് ചേച്ചി. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അങ്ങനെ സ്വർണം അടിച്ചിരിക്കുകയാണ്. കിട്ടുന്ന വിചാരിച്ചു. വിളിക്കാറുണ്ട് കേട്ടോ. വിളിക്കാറുണ്ട്. ഞാൻ ലൈവ് പ്രോഗ്രാം പണ്ട് ഈ പിന്നെ ജയൻ പാട്ടുകാരിയുണ്ടല്ലോ, പേര് മറന്നുപോയി. പണ്ട് വിളിക്കുമായിരുന്നല്ലേ? ലക്ഷ്മി ജയന്റെ പ്രോഗ്രാം അല്ലേ? പ്രൈസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രൈസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ. അപ്പൊ നമ്മുടെ ACVയുടെ സ്ഥിരം പ്രേക്ഷകയാണല്ലേ? അതെ. ഓക്കെ. നമ്മുടെ സ്വർണ്ണവർഷത്തിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഇതിനകത്ത് ആദ്യമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, കിട്ടാറില്ല. പക്ഷെ ഇന്ന് കിട്ടി, ദേ സ്വർണവും കിട്ടി. ഇന്ന് കിട്ടി, ഗോൾഡ് കോയിൻ അടിച്ചു. അത് തന്നെ, വേറെ ലെവൽ. അടിപൊളി. ഇതുപോലെ ഇനി വിളിക്കണം കേട്ടോ. എല്ലാ പ്രോഗ്രാംസിലും വിളിക്കുക, നമ്മുടെ സമ്മാനമൊക്കെ നേടുക, വീണ്ടും നമ്മുടെ ACV കാണുക, പ്രേക്ഷകയായിട്ട് തന്നെ തുടരുക കേട്ടോ. താങ്ക് യു സോ മച്ച് ചേച്ചി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വിന്നറിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ശ്രീരഞ്ജിനി ചേച്ചിയാണ് നമ്മുടെ മൂന്നാമത്തെ വിന്നർ. അപ്പോൾ ഇതുപോലെ ഇനിയും വിന്നേഴ്സ് വരണം. പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിക്കണം. ഇതുപോലെ കണ്ടില്ല, ചേച്ചി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ ഇതുപോലെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ഫണ്ണാണ്, അതിനോടൊപ്പം നമുക്ക് സമ്മാനം കൂടെ കിട്ടുന്നത്. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? സുപർണ. എവിടെ നിന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്. ചേച്ചിയും ചേട്ടനും ഉണ്ടല്ലേ? നിങ്ങൾ 3 പേരാണ്. എന്തൊക്കെയാ പേര്? അവരുടെയൊക്കെ പേര്? സുധി, സുഭാഷ്, സുപർണ. നിങ്ങളൊരു സു ഫാമിലിയാണല്ലേ? അപ്പൊ അമ്മയും അച്ഛനും ഒക്കെയോ? അമ്മയും അച്ഛൻ്റെ ഒക്കെ പേരോ? സുകുമാരനും. എനിക്ക് വയ്യ, ഇത് സുവാസു എന്നൊക്കെ പറയുന്നല്ലേ? മൊത്തത്തിൽ സു. കൊള്ളാം, അടിപൊളി. സോ യെസ്, ഏതാണ് നമ്പർ? 52 അല്ലേ? 52ൽ നമുക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. അയ്യോ, ഇല്ലല്ലോ. സോറി, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ സ്വർണം കിട്ടിയിട്ടില്ല, സാരമില്ല. ഇനിയും ട്രൈ ചെയ്യുക, സമ്മാനം നേടുക. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? എന്റെ കൊച്ചുമോക്ക് വേണ്ടിയാണ്. അവളാണ് വിളിച്ചത്. അവൾ ഓടിക്കളഞ്ഞു. ഓടിക്കളഞ്ഞില്ലേ? അയ്യോ, ട്രാപ്ഡായി. അപ്പൂപ്പൻ ട്രാപ്ഡായി. എന്താണ് പേര്? ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് സുന്ദരരാജൻ. ഓക്കെ, അപ്പൊ അഭിരാമി ഓടിക്കളഞ്ഞു. സാരമില്ല, നമുക്ക് എന്തായാലും ചേട്ടൻ ഇതൊരു ചാൻസ് ആയിട്ട് പങ്കെടുത്ത് സ്വർണം നേടണം. ഓക്കെ, ഏത് നമ്പറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? എന്തോ 56 ആണോ? 56 അല്ലേ? 56. ഓക്കെ, 56 ഉണ്ട്. 56-ൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 56 ഓപ്പൺ ചെയ്യാണേ. സോറി, ഇല്ല കേട്ടോ. സാരമില്ല. അഭിരാമിക്കുട്ടി അന്വേഷിച്ചെന്ന് പറയണേ. താങ്ക് യു, ബൈ. എന്തായാലും നമ്മുടെ അഭിരാമി കുട്ടി ഓടി. നെക്സ്റ്റ് ടൈം അഭിരാമി തന്നെ സംസാരിക്കണം, കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്?
ടി വി ശ്രദ്ധിച്ച് സംസാരിക്കുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആരാണിത്? ടിവിയിൽ ശ്രദ്ധിച്ച് സംസാരിക്കരുത്, ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണേ. ഓക്കെ, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചാൽ നമുക്ക് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാം. ഓക്കെ, ഹലോ ഹലോ. ടിവിയുടെ വോളിയം ഒക്കെ കുറച്ചു എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ചേട്ടന്റെ പേരെന്താണ്? ഞാൻ കൊല്ലം. പേരെന്താണ്? സുദീപ് കുമാർ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മയുണ്ട്, 4 മക്കളുണ്ട്, വൈഫുണ്ട്. ഓക്കെ, 4 മക്കളുണ്ട്. മക്കളൊക്കെ എത്ര ക്ലാസ്സിലൊക്കെയാ? ഒരാള് +1, ഒരാൾ 9, ഒരാള് +1, ഒരാൾ 9, ഒരാൾ 8, ഒരാൾ 5. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാരും വീട്ടിലുണ്ടോ? ഞായറാഴ്ച ആയിട്ട് രണ്ടുപേരും ട്യൂഷന് പോയിരിക്കുന്നു. 2 പേര് ട്യൂഷന് പോയിരിക്കുന്നു. 4 പേരും കൂടെ ഭയങ്കര ബഹളമായിരിക്കും അല്ലേ? ഓക്കെ, ഏതാണ് നമ്പർ ചേട്ടാ? 24. 24 അല്ലേ? 24. യെസ്, 24-ൽ ഗോൾഡ് ഉണ്ടോ ചേട്ടനൊന്ന് നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാരില്ല കേട്ടോ, സ്വർണം കിട്ടിയില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, യെസ്. അപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വിന്നേഴ്സിനെ കിട്ടി അല്ലേ? 3 വിന്നേഴ്സ് മാത്രമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഒരുപാട് വിന്നേഴ്സ് വേണം. സോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗോൾഡ് ഉണ്ട്. മേ ബി കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളായിരിക്കാം വിന്നർ. അപ്പോൾ വിളിക്കുക, കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. സോ യെസ്, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലും മെസ്സേജ് അയക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത് 8086011443 എന്ന നമ്പറിലോട്ടാണ് അയക്കേണ്ടത്. വാട്സപ്പിൽ മാത്രമേ അയക്കാവുള്ളൂ, അല്ലാണ്ട് കോൾ ചെയ്യരുത്. മെസ്സേജ് ആയിട്ട് മാത്രം വാട്സപ്പിൽ അയക്കുക. കോൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല ആ നമ്പറിൽ. അതുപോലെ തന്നെ SMS അയച്ചിട്ടും കാര്യമില്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല, മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, അതിനോടൊപ്പം തന്നെ വിളിക്കുകയും ചെയ്യാം. അത് വേറൊരു നമ്പറാണ്, നിങ്ങൾക്കറിയാലോ. ആ നമ്പറിൽ വിളിക്കുക. എന്തായാലും നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹായ്. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, ഇതാരാ? ഗിരിജ. ഗിരിജ, നേരത്തെ വിളിച്ച ഗിരിജയാണോ? അല്ലല്ല, അല്ല. കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുന്നുണ്ടോ ഇപ്പോ? സൗണ്ട് കുറവാണല്ലേ? ഞാൻ കുറച്ചുകൂടെ ഉറക്കെ പറയാം. എവിടുന്നാ വിളിക്കുന്നത് ഗിരിജ? കൊല്ലം. കൊല്ലം. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്തോ? കൊല്ലം. ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്? ഭർത്താവ് ജോലിക്ക് പോയി. ഭർത്താവ് ജോലിക്ക് പോയി. അവിടെ ബഹളം ആരുടെയാ? മോനാണല്ലേ? മോൻ എത്രാം ക്ലാസ്സിലാ? 1ാം ക്ലാസ്സിലാണ്. ഓണപരീക്ഷയൊക്കെ അല്ലേ മോന്? 1ാം ക്ലാസ്സുകാരന് ഇപ്പൊ പരീക്ഷ ടൈം അല്ലേ? പരീക്ഷ തിങ്കളാഴ്ച അല്ലേ? പഠിപ്പിച്ച് തുടങ്ങിയോ? പഠിക്കത്തില്ല. ആണല്ലേ? നല്ല വഴക്കൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ടിരിക്കല്ലേ അമ്മ? ഒന്നും കേൾക്കുന്നില്ല, സാരില്ല, പോട്ടെ. ഏതാണ് നമ്പർ? പറഞ്ഞോ. ഏതാണ് നമ്പർ? 57. 57. യെസ്, 57 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 57. അയ്യോ ഇല്ല കേട്ടോ. കേൾക്കുന്നുണ്ടോ? കിട്ടിയില്ല. 57 ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല. താങ്ക് യു, ബൈ. സോ യെസ്, അവിടെ മൊത്തത്തിൽ ബഹളമാണ്. എനിക്കൊന്ന് മോൻ വന്നിട്ട് എന്തൊക്കെയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചിരിയും ബഹളമൊക്കെ കേൾക്കാം. എന്തായാലും അടിപൊളി നടക്കട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെ വിളിക്കുക, സമ്മാനം നേടുക. ചില ആൾക്കാർക്ക് കിട്ടും, ചില ആൾക്കാർക്ക് കിട്ടില്ല. ഓരോ ദിവസത്തെ നമ്മുടെ ലക്ക് പോലും ഇരിക്കും അല്ലേ? ഓരോ ടൈമിൻ്റെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ നിങ്ങളുടെ ലക്കി നമ്പർ തന്നെ വിളിച്ച് പറഞ്ഞു നോക്കൂ, ചിലപ്പോൾ കിട്ടുമായിരിക്കും ഇന്നത്തെ ദിവസം. സോ നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ധാരാണ്? മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. ധാരാ? ഹലോ. ഇപ്പൊ മിണ്ടി. ഇതാരാണ്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതാരാണ്? ഇത് പ്രസന്ന, പാലക്കാട്ടിൽ നിന്നാണ്. പ്രസന്ന എനിക്കൊന്ന് ടിവിയിൽ ശ്രദ്ധിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഒരു ഡിലേ. ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത് പ്രസന്ന? വീട്ടിൽ അമ്മയുണ്ട്, ഹസ്ബൻഡും സിസ്റ്ററും ബ്രദറും ഉണ്ട്. ഓക്കെ, എന്താ ചെയ്യുന്നത് പ്രസന്ന? വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണ്? ഹൗസ് വൈഫ് ആണ്. അപ്പൊ ഇന്ന് എന്താണ് സൺഡേ പരിപാടി?
പ്രത്യേകിച്ച് പരിപാടിയില്ല, സർജറി ഒക്കെ കഴിഞ്ഞ് വെയിറ്റിംഗിലാണ്. ആണോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ? 60. 60. 60. യെസ്, 60. 60ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ, സോറി. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. ഓക്കെ. അപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വിന്നേഴ്സേ ആയിട്ടുള്ളൂ. എവിടെ ബാക്കി വിന്നേഴ്സ്? എനിക്ക് തോന്നുന്നു ഇങ്ങനെ കോൾ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് അവിടെ ഇരിക്കാൻ തോന്നുന്നു. മേ ബി ഇന്നത്തെ വിന്നർ നിങ്ങളായിരിക്കാം. പഠിക്കാൻ വിളിക്കുക, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. 8086011443 എന്ന നമ്പറിലോട്ടാണ് അയക്കേണ്ടത്. ഇനി വളരെ കുറച്ച് നേരമേ ഉള്ളൂ. 12:45 വരെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ള ഒരു ടൈം ഉള്ളൂ. അപ്പോൾ ആ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട. പിന്നെ ഒറ്റ തവണ മാത്രം അയക്കുക. ഓക്കെ, ഞാൻ കുറേ അയച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ 8086011443. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹലോ, ഹായ്, ഇതാരാണ്? നിഹാൽ എത്രാം ക്ലാസ്സിലാണ്? 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ്സിൽ അല്ലേ? നിഹാൽ പാട്ട് പാടുവോ? ഇല്ല. ഇല്ലേ? ഇപ്പൊ ഞാൻ പാടുന്ന കേട്ടായിരുന്നല്ലോ വീട്ടിലൊക്കെ. എന്റെ അടുത്ത് നിഹാലിന്റെ ഒരു ഫ്രണ്ടും പറഞ്ഞായിരുന്നു നിഹാൽ നന്നായിട്ട് പാടുന്നു. ആ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. സത്യം പറ, പാടൂലേ? ഇല്ല, പോട്ടെ, സാരമില്ല. എന്തായാലും നിഹാലിന്റെ വീട്ടിൽ ആരൊക്കെയുള്ളത്? എന്റെ അച്ഛനും അമ്മയും എന്റെ അമ്മ ഡാൻസിനും എന്റെ അച്ഛൻ ജോലിക്കും പോയേക്കുക. അച്ഛമ്മയും അച്ഛനും ഉണ്ട്. അച്ഛമ്മയും അച്ഛനും ഉണ്ട്. അമ്മ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ നിഹാലും കൂടെ പഠിക്കാത്ത എന്താ ഡാൻസ്? ക്ലാസിക്കൽ ഡാൻസ്. അതിഷ്ടമല്ല അല്ലേ? ഹിപ്പ് ഹോപ്പോ? അതിഷ്ടം. പഠിക്കാൻ പോവോ അപ്പൊ ഇനി? എന്നെ കരാട്ടയ്ക്ക് ചേർക്കാന്ന് പറഞ്ഞായിരുന്നു. കരാട്ടെ അല്ലേ? അമ്മോ, ഫൈറ്റ് തന്നെ. കരാട്ടയ്ക്കും ഡാൻസിനും സ്വിമ്മിങ്ങിനും ഒക്കെ ചേരുക. ഓക്കെ, വെക്കേഷൻ ആക്ഷൻ ആണോ? കാണാം അല്ലേ? ഓക്കെ, എന്റെ അച്ഛൻ ഭയങ്കര കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. അതാ എനിക്കും കുറച്ചറിയാം. ഓക്കെ ഓക്കെ. അപ്പോ ഏതാണ് നമ്പർ നിഹാൽ? 33. ഓക്കെ, 33ൽ നിഹാലിന് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിഹാൽ 34ൽ ഗോൾഡ് ഉണ്ടോ? 33 ആണോ പറഞ്ഞത്? ഓക്കെ, 33ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ട്, കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് വയ്യ. ഹാപ്പിയോട് ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പിയാണ്. നിഹാലിന്റെ തീരുമാനമായിരുന്നു ഇന്ന്. എനിക്ക് വയ്യ. നിഹാൽ പൊളി ആയോണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചേ. നിഹാലിന് ഫസ്റ്റ് ട്രൈ കിട്ടിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? അടിപൊളി. സ്വർണം കിട്ടിയിരിക്കുകയാണ്. അപ്പം സ്വർണം ആർക്ക് കൊടുക്കും? അമ്മയ്ക്ക് കൊടുക്കും അല്ലേ? അമ്മ ഡാൻസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആഹാ സർപ്രൈസ് ആണ്. അടിപൊളി. അപ്പോ ഇനിയും വിളിക്കുക, ഇതുപോലെ തന്നെ സ്മാർട്ടായിട്ട് സംസാരിക്കുക. കരാട്ടൊക്കെ പഠിച്ച് ഇനി അടുത്ത തവണ ബെൽറ്റൊക്കെ ആയിട്ട് വിളിക്കണം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നിഹാലാണ് നമ്മുടെ ഇന്നത്തെ 4ാമത്തെ വിന്നർ. അപ്പോൾ ഇനിയും വിന്നേഴ്സ് വരാനുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളായിരിക്കും നോക്കിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് എന്നെ വിളിക്കുക. വളരെ ഈസി ആയിട്ട് സ്വർണ്ണം നേടാം. ഭയങ്കര എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം ഷോ അല്ല. നിങ്ങൾ വിളിച്ചിട്ട് ഒരു നമ്പർ പറഞ്ഞാൽ മാത്രം മതി. ശരിക്കും നിങ്ങളുടെ ലക്ക് പരീക്ഷിക്കുന്ന ഒരു ഷോയാണ്. അപ്പോൾ ഉറപ്പായിട്ടും വിളിക്കുക, സമ്മാനം നേടുക. വാട്സപ്പിലും അയക്കാം 8086011443 എന്ന നമ്പറിലോട്ട്. ഇതെല്ലാം അടുത്ത കോളറിലോട്ട് നമുക്ക് പോവാം. ഹലോ. ഹായ്. ഹലോ. നമസ്കാരം, ഇതാരാണ്? നമസ്കാരം, പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുവാണേ. സൗമ്യ എന്ന പേര്. സൗമ്യ, പൊതി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. അപ്പൊ സൗമ്യയുടെ വീട്ടിൽ ആരൊക്കെയുള്ളത്? വീട്ടിലെ ഹസ്ബൻഡ്, 2 പിള്ളേര്, അമ്മ. പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നു? പിള്ളേര് പഠിക്കുവാണ്. ഒരാള് 4ല്, ഒരാള് 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്. 2 പേർക്കും പരീക്ഷ ടൈമിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഭയങ്കര ബഹളവാ. അല്ല, പരീക്ഷയ്ക്ക് എങ്ങനെ പഠിപ്പിക്കും? 2 പേരും കൂടെ ഇരുത്തി പഠിപ്പിക്കൂ? 2 പേരും ഒന്നിച്ചിരുത്തിയാ പഠിപ്പിക്കുന്നേ. ആണോ? ഇരിക്കോ? എന്നാലും പഠിപ്പിക്കും. ആണല്ലേ? വന്ന് ഇരിക്കോ പഠിക്കാൻ? ഇരിക്കുന്നതാണ് ഇഷ്ടം. പഠിക്കുന്ന കാര്യമൊന്നും വലിയ ഇഷ്ടമുള്ളതല്ല. ആണല്ലേ? പേടിപ്പിച്ചൊക്കെ ഇരുത്തും. അടിപൊളി. അപ്പൊ ഏതാണ് നമ്പർ? 37. 37ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ 37ൽ? ഓയ്ച്ചോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.
സോ യെസ്, ഇത്തവണ സ്വർണം കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡേ വിളിക്കാം. നമ്മുടെ സ്വർണ്ണവർഷം എന്ന് പറയുന്ന എല്ലാ സൺഡേസും നിങ്ങൾക്ക് കാണാം. വിളിച്ച് സ്വർണം നേടാവുന്നതേ ഉള്ളൂ. നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? പാലക്കാട് നിന്ന് രാധ. രാധ. ഓക്കെ, രാധയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഹസ്ബൻഡ് മാത്രമേ. ഓ, രാധയുടെ കൃഷ്ണന്റെ പേരെന്താണ്? രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ആണോ? ആ, ശരിക്കും ഹസ്ബൻഡിന്റെ പേര്? അതെ ഹസ്ബൻഡിന്റെ പേര് രാധാകൃഷ്ണൻ, വൈഫിന്റെ പേര് രാധ. അതെ. എങ്ങനെ ഇത് ഒത്തു കിട്ടി ഓരോ പേരില്? അങ്ങനെ കിട്ടി. അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? അറേഞ്ച് മാരേജ്. പേര് വരെ സെറ്റ്. എനിക്ക് വയ്യ. ഓക്കെ, അടിപൊളി. അപ്പോ ഇന്ന് എന്താണ് സൺഡേ പരിപാടി? രാധാകൃഷ്ണന്റെ, രാധയുടെ കൃഷ്ണന്റെ സ്വർണ്ണവർഷം വെച്ചോണ്ടിരിക്കുന്നത്. അത് മതി നിനക്ക്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? 65. 65. 65. 65 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 65. ഉപ്സ്, കിട്ടിയില്ല കേട്ടോ. സാരല്ല. അടുത്ത പ്രാവശ്യം വിളിക്കാം. അത് തന്നെ, അതാണ്. അപ്പൊ താങ്ക് യു, ബൈ. സോ യെസ്, അപ്പോൾ നമുക്ക് ഇതുവരെ 4 പേർക്ക് സ്വർണം കൊടുക്കാൻ പറ്റി. ഇനിയും സ്വർണം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. എ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. യെസ്, നമ്മുടെ സ്വർണ്ണവർഷത്തിൽ ഇങ്ങനെ സ്വർണ്ണം ഇങ്ങനെ സമ്മാനം ഇങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി 4 പേർക്ക് സ്വർണ്ണം അടിച്ചിട്ടുണ്ട്. ഇനിയും സ്വർണ്ണം ദേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, വിളിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. കാര്യം സ്വർണ്ണം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ കുറേ ബോക്സസ് ക്ലോസ് ആയി. അപ്പം നമ്മൾ സെലക്ഷൻ അല്ലേ, നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് നമ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടി. എന്തായാലും നമുക്ക് മറ്റൊരു കോളറിലോട്ട് പോവാം. ഹലോ ആരാണിത്? അർച്ചന. അർച്ചന വീട്ടിൽ ആരൊക്കെയുണ്ട്? റഫ്ന ഏത് സ്ഥലത്തുനിന്നാ വിളിക്കുന്നേ? എന്തോ? ട്രിവാൻഡ്രം. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ആഹാ, ഇന്നെന്താണ് സൺഡേ ഫുഡ് ഉച്ചക്ക്? ബിരിയാണി വല്ലോ ആണോ? ചോറ് മതി. ബിരിയാണി സുഖമില്ല വയ്ക്കാൻ ഒരു സുഖമില്ല. അപ്പൊ നമുക്ക് ജലദോഷമായതുകൊണ്ട് വെച്ചില്ല. ആണോ? അതാണ് ചോദിച്ചത്. സൺഡേ ബിരിയാണി ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചത്. സുഖമില്ലാത്തതുകൊണ്ട് വെക്കുന്നത്, അല്ലെങ്കിൽ വെക്കും. ജലദോഷം ആണോ? 2 പേർക്കും ജലദോഷം അടിച്ചു? 2 പേർക്കും സുഖമില്ല. ഓക്കെ, അപ്പൊ യെസ്, ഏതാണ് നമ്പർ? നമ്പർ 53 അല്ലേ? 53. ഓക്കെ, 53 നമുക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. സോ 53 നോക്കട്ടെ. അയ്യോ, ഇല്ലല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. സോ എല്ലാവരും ഒരു കാര്യം ഞാൻ അറിയിച്ചേക്കാം. ഇതുവരെ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സോറി ഗൈസ്, വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട ആ ഒരു ടൈം കഴിഞ്ഞിരിക്കുകയാണ്. വാട്സപ്പിലൂടെ ഇനി ഇത്രയും അയച്ചവരിൽ നിന്നായിരിക്കും സെലക്ട് ചെയ്യുന്നത് കേട്ടോ. എന്നാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ആരാണിത്? ഷിഫാന. വെൽക്കം ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ഷിഫാന എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണ്. എവിടെയാണ് സ്ഥലം? ഒറ്റപ്പാലം. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഉമ്മി. ഓക്കെ, ഏതാണ് നമ്പർ? 42. 42. ഓക്കെ, 42 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ,
അയ്യോ സോറി, ഇല്ല കേട്ടോ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. സോ നമ്മുടെ സ്വർണ്ണവർഷത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും 4 വിന്നേഴ്സിന് നമുക്ക് ഇതുവരെ സെലക്ട് ചെയ്യാൻ സാധിച്ചു. ഇനി ലാസ്റ്റ് ടൈം എന്താ തീരാറാകുകയാണ്. ഇനി കുറച്ച് കോളേഴ്സിനും കൂടെ അവസരമുണ്ട്. ഗോൾഡ് നേടാനുള്ള അവസരം ഭയങ്കര കൂടുതലാണ്. കാര്യം കുറേ ബോക്സസ് ക്ലോസ് ആകുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ ഈസിയാണ്. അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ബോക്സ് ചൂസ് ചെയ്യാം. ചിലപ്പോൾ അതിൽ സ്വർണ്ണം ഉണ്ടാവും, സ്വർണ്ണം നിങ്ങൾക്ക് കിട്ടും. അടിപൊളിയല്ലേ? അപ്പോൾ യെസ്, വാട്സപ്പിൽ ഇതുവരെ മെസ്സേജ് അയച്ചവർ അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നിങ്ങൾ പറഞ്ഞ നമ്പേഴ്സ് ചിലപ്പോൾ ഓൾറെഡി നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടാവും കോളിലൂടെ. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന നമ്പേഴ്സിൽ നിന്നാണ് ശരിക്കും പ്രിഫറൻസ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാവേ. ഹലോ ഹലോ, വെൽക്കം ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ഇതാരാണ്? എന്റെ പേര് സുനിൽ. സുനിൽ, എവിടുന്നാ വിളിക്കുന്നത്? തിരുവല്ല, പത്തനംതിട്ട ജില്ലയിൽ. പത്തനംതിട്ട ജില്ല, തിരുവല്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് സുനിൽ? വൈഫുണ്ട്, 2 മക്കളുണ്ട്, അമ്മയുണ്ട്. എന്താ ചെയ്യുന്നേ? ഞാനാണെങ്കിൽ എറണാകുളത്ത് ഒരു ജോലി ചെയ്യുവാണ്. എന്റെ വൈഫ് ഇവിടെ ഹൗസ് വൈഫാണ്. മക്കൾ കണ്ടിട്ട് പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ സാറ്റർഡേ സൺഡേസ് ആണോ അങ്ങ് വരുന്നേ വീട്ടില്? അതെ 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 അതെ. അതോ എന്നും പോയി വരുമോ? ഇല്ല ഇല്ല ഇല്ല, എന്നും പോയി വരത്തില്ല. ഈ മറ്റേ ശനിയാഴ്ച വൈകിട്ട് വരും, തിങ്കളാഴ്ച രാവിലെ. തിങ്കളാഴ്ച രാവിലെ പോകും. മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാ? മക്കള് ഒരാളാണെങ്കിൽ 4-ലും ഒരാള് 1-ലും. 1-ലും. ഓക്കെ, അപ്പൊ ഇന്ന് സൺഡേ എന്താണ്? അച്ഛൻ വന്നിരിക്കല്ലേ? അപ്പൊ എവിടെയാണ് കൊണ്ടുപോകുന്നത് ഇന്ന് സൺഡേ? മഴ, ഇവിടെ ഭയങ്കര മഴ. അതുകൊണ്ട് ഇന്ന് റെസ്റ്റ് ആണല്ലേ? അതുകൊണ്ട് ഇന്ന് റെസ്റ്റ് ആണ്. അതെ 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 അതെ. ഓ, പിന്നെ പരീക്ഷയാണല്ലോ, ഓണപരീക്ഷ ആയതുകൊണ്ട് നടക്കില്ല. പരീക്ഷ നടന്നോണ്ടിരിക്കുക. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ 50. 50. യെസ്, ആരും എടുത്തിട്ടില്ല. 50 അവിടെ ഇരിപ്പുണ്ട്. 50ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 50 ഗോൾഡ് ഉണ്ടോ? 50 നെഹി നെഹി ഇല്ല. സാരല്ല കേട്ടോ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, അപ്പോൾ യെസ്, ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി വിന്നേഴ്സ് എവിടെയാണെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ വിളിക്കാം. ഇനിയും ചാൻസ് ഉണ്ട് സ്വർണ്ണം നേടാനുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? അതിര. ആതിര. ഓക്കെ, ആതിര എവിടുന്നാ വിളിക്കുന്നേ? കോഴിക്കോട്. കോഴിക്കോട് നിന്നാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആതിര? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ചെറിയൊരു മോന്, അച്ഛനും. ചെറിയ മോൻ എത്രയായി? ചെറിയ മോന് 3 വയസ്സ്. 3 വയസ്സ്. ഓക്കെ, എന്താ ചെയ്യുന്ന ചെറിയ മോൻ? ഇല്ല, അംഗനവാടിയിൽ അടുത്ത മാസം ചേർക്കും അല്ലെ? ഇപ്പൊ അവിടെ എന്താണ് പരിപാടി? 3 വയസ്സാവണം. ആള് എന്താണ് പരിപാടി? കളിക്കുവോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് പേര് മോന്റെ? മോന്റെ പേര് ആദിഷ്. ആദിഷ്. ഓക്കെ ഓക്കെ. സോ ഏതാണ് നമ്മുടെ നമ്പർ? 55. 55. 55. യെസ്, 55 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 55. അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ബൈ. താങ്ക് യു. യെസ്, ഇതുവരെ നമുക്ക് 4 പേർക്ക് എവിടെ 5ാമത്തെ വിന്നർ എവിടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും നോക്കിക്കൊണ്ടിരിക്കാതെ ഈ ഒരു ലാസ്റ്റ് തീരുന്നതിന് മുന്നേ ഉള്ള കുറച്ച് സമയത്ത് പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇന്ന് തന്നെ നമുക്ക് വിന്നർ ആവാൻ പറ്റിയാലോ. അപ്പോൾ യെസ്, എന്താ അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉടൻ തന്നെ വാട്സപ്പ് വിന്നർ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? പ്രീത, നെടുമങ്ങാട് നിന്നാണേ. പ്രീത. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് പ്രീത? വീട്ടിലെ 2 മക്കള്, ഹസ്ബൻഡ്, ഞാൻ. ഇന്ന് എന്താണ് സൺഡേ പരിപാടി? ഹലോ, സൺഡേ എന്താണ് പരിപാടി? കേൾക്കുന്നുണ്ടോ പ്രീത? പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, വീട്ടിലാണ് ഇപ്പൊ. സിനിമയ്ക്കൊന്നും പോകുന്നില്ല? ഇല്ല ഇല്ല ഇല്ല, ഇന്ന് സിനിമയൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? നമ്പർ 54. 54 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 64 ആണോ? അതെ, 64 അല്ലേ? 64. ഓക്കെ, 64 ഞാൻ തുറന്നു നോക്കട്ടെ. ഗോൾഡ് ഉണ്ടോ? ഓക്കെ, 64. യെസ്, 64ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷായോ? സന്തോഷമായി. താങ്ക് യു. യെസ്, പ്രീതയുടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? മക്കളില്ലേ? മക്കളുടെ പേരെന്താ? മക്കള്, ഹസ്ബൻഡ്. മക്കളുടെ പേരെന്താണ്? മക്കളുടെ പേര് പൂജ, ദേവതീർത്ത്. ദേവതീർത്തും പൂജയും അല്ലേ?
അതെ. ഓക്കെ, ഹസ്ബൻഡ് പേരോ? ഹസ്ബൻഡിന്റെ പേര് അമൃതലാൽ. അമൃതലാൽ അല്ലേ? ഓക്കെ, എന്തായാലും എല്ലാവരും ഇപ്പൊ വീട്ടിൽ ഉണ്ടോന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു ഹാപ്പിനെസ്സിൽ, ഹാപ്പി ഓണം. അതെ, ഹാപ്പിനെസ്സിൽ പങ്കുചേരാൻ എല്ലാവരും ഉണ്ടെന്നാണ് വിശ്വാസം. എന്തായാലും എന്റെ വകയും ഹാപ്പി ഓണം. അടിച്ചു വിളിക്കാം. താങ്ക് യു, ബൈ. ബൈ ബൈ. അപ്പോൾ നമ്മുടെ 5th വിന്നറിനെയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അടിപൊളി അല്ലേ? അപ്പോൾ യെസ്, ഇനിയും സമ്മാനങ്ങൾ ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ വിളിക്കുക. എന്തായാലും ഓണക്കാലം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ തന്നെ ഒരു സ്വർണം തുടക്കം കുറിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വിന്നേഴ്സിനൊക്കെ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, അനിൽകുമാർ. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? അനിൽകുമാർ. അനിൽകുമാർ. നേരത്തെ വിളിച്ച അനിൽകുമാറാണോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടന്റെ? വീട്ടിലെ ഭാര്യ, 2 കുട്ടികൾ. എവിടെയാ സ്ഥലം? ആലപ്പുഴ പഴവീട്. മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? മോൻ പോളി പഠിക്കുന്നു, മോള് ബിടെക്കിന് ചേർന്നു. ചേട്ടൻ എന്താ വർക്ക് ചെയ്യല്ലേ? എനിക്ക് വെല്ലിംഗ് ഷോപ്പാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് അവധിയല്ലേ? സൺഡേ. അവിടെ മഴയുണ്ടോ? ആലപ്പുഴ മഴയുണ്ടോ? അതെ, വർക്കൊന്നുമില്ല. അതുകൊണ്ട് എന്തോ വർക്കൊക്കെ കുറവല്ലേ, മഴയൊക്കെ അല്ലേ. കഴിയണം വർക്കൊക്കെ വരണമെങ്കിൽ. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ യെസ്, ഏതാണ് നമ്പർ ചേട്ടാ? 41 സെലക്ട് ചെയ്തിരിക്കുകയാണ്. 41ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 41ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ സോറി, ഇല്ല കേട്ടോ. സാരമില്ല. ആദ്യമായിട്ട് വിളിച്ചല്ലേ? ആണല്ലേ? നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, ആണല്ലേ? അയ്യോ സാരമില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ ഏട്ടാ, ബൈ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇപ്പോൾ ഇന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് ഡെസ്പ് പിടിച്ച് പോകരുത്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക. വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ചില ആൾക്കാർ 5-6 തവണയൊക്കെ വിളിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ചില ആൾക്കാർ ഒറ്റ തവണ തന്നെ കിട്ടുന്നവരുണ്ട്. അപ്പം മടി കാണിക്കരുത്. ഒരു തവണ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിളിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് തവണ, അതായത് നെക്സ്റ്റ് സൺഡേ കിട്ടട്ടെ. സോ നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? ലക്ഷ്മി. ടി.വിയുടെ വോളിയം ഒന്ന് കുറയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ലക്ഷ്മി, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഒരു മോൻ. ഓക്കെ ഓക്കെ. മോന്റെ പേരെന്താണ്? മോന്റെ പേര് ഗൗതം. ഓക്കെ. ഗൗതം എത്രാം ക്ലാസ്സിലാ? ഓക്കെ ഓക്കെ, ക്ലാസ് അല്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്പർ ഏതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? 32. യെസ്, 32ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. അയ്യോ ഇല്ല കേട്ടോ, 32ൽ ഗോൾഡ് ഇല്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ ഓക്കെ, ബൈ. നമ്മുടെ ഈ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് കോളർ ആയിരുന്നു. ഇനി വാട്സപ്പ് വിന്നറിനെ നമ്മൾ നോക്കണം അല്ലേ? പക്ഷേ വാട്സപ്പിൽ ഇന്നത്തെ ദിവസം വിന്നേഴ്സ് ഇല്ല. കാര്യം വാട്സപ്പിൽ വിന്നേഴ്സ് ഇല്ലാത്തത് നമ്മൾ ഇന്ന് 5 പേർക്ക് സ്വർണം കൊടുത്തു. അപ്പം ഏകദേശം അയച്ച ഈ നമ്പേഴ്സൊക്കെ തന്നെയാണ് അയച്ചതും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം വാട്സപ്പ് വിന്നർ ഇല്ല. നമുക്ക് കോളേഴ്സിൽ മാത്രമേ വിന്നേഴ്സിനെ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ഇതുവരെ വിജയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനിയും വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് കിട്ടാത്തവരും ഉറപ്പായിട്ടും വിളിക്കുക. നെക്സ്റ്റ് സൺഡേ നമുക്ക് കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ പോവാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം, brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.